ഈ മനുഷ്യരെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നൊരു ചോദ്യം. ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ പറയുന്ന ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ട് ആഫ്രിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഏപ്സ്, ഗറില്ലകൾ, അതുപോലെ തന്നെ ചിമ്പൻസി, ഒരു 4-5 ഏപ്സ് എടുത്തു കഴിഞ്ഞാൽ അവയെല്ലാം ഇന്ന് കാണപ്പെടുന്നതും അവയുടെ എല്ലാം ഫോസിലുകൾ പ്രധാനമായും കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. ഈസ്റ്റ് ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്കയിൽ നിന്നാണ്. ഇപ്പോൾ അടുത്തടുത്ത് ഗ്രീസിൽ നിന്ന് ഒരു 2 പല്ല് കിട്ടി, അതുകൊണ്ട് മനുഷ്യൻ ഔട്ട് ഓഫ് ആഫ്രിക്കയിൽ നിന്നല്ല എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ മെയിലൊരു പരാമർശം വന്നിരുന്നു. പക്ഷേ ബേസിക്കലി ഇന്ന് വരെയുള്ള നരവംശാസ്ത്രത്തിൻ്റെയും പരിണാമശാസ്ത്രത്തിൻ്റെയും ഇടയിലുള്ള ഏക അഭിപ്രായം എന്ന് പറയുന്നത് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്നതാണ്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മനുഷ്യൻ, അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാം ആഫ്രിക്കക്കാരാണ്. നിങ്ങളും ഞാനും ആഫ്രിക്കക്കാരാണ് എന്നുള്ളതാണ് സത്യം. കാര്യം ആഫ്രിക്കയിൽ ആദ്യം ഉണ്ടാവാനായിട്ട് ഒരുപാട് പരിസരമുണ്ട്, കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, ഭൂമിയുടെ ഒത്ത നടുവിലാണ്, ഒരുപാട് അനുകൂല പരിസ്ഥിതികൾ ഏപ്സിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആ രീതിയിൽ നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇതാണ്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും മിശ്രിതങ്ങളാണ്, അല്ലെങ്കിൽ അവരെല്ലാം കുടിയേറ്റക്കാരാണ്. ആഫ്രിക്കയിൽ നിന്ന് സഞ്ചരിക്കുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പല കോണ്ടിനെൻറ്റുകളിലേക്കും പോവുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് കിടക്കുന്നു, യൂറേഷ്യ വഴി അവസാനം തായ്ലൻഡ്, ആ റീജിയൻ വഴി ഓസ്ട്രേലിയയിലെത്തുന്നു. ഏതാണ്ട് 1,50,000 വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ ഹോമോ ഇറക്ടസ് പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ചുമ്മാ പുറപ്പെടുകയല്ല, ഞങ്ങളിങ്ങനെ കീഴക്കാമെന്ന് പറഞ്ഞ് പുറപ്പെടുകയല്ല. ആഹാരം ലഭ്യത ഇല്ലാത്തത് കൊണ്ടോ സഞ്ചാര സൗകര്യം ഉള്ളത് കൊണ്ടോ അവർ മെല്ലെ മെല്ലെ അവർ സഞ്ചരിച്ച വഴികൾ തലമുറകളായിട്ട് സഞ്ചരിച്ചായിരിക്കും. ഒരാളോ അല്ലെ ഒരു സംഘമോ അല്ല ഈ ദൂരം എല്ലാം താണ്ടിയത്. നിരവധി തലമുറകളായിട്ട് നിരവധി സംഘങ്ങൾ ചേർന്ന് ഏഷ്യയിലും ഓസ്ട്രേലിയയിലൊക്കെ എത്തിയിട്ട് 40,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് മനുഷ്യൻ. അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിൽ എത്തുന്നത് ബെറിംഗ് സ്ട്രൈറ്റ്, ഇപ്പം ഗൾഫായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ കടലായിട്ട് കാണപ്പെടുന്ന ബെറിംഗ് സ്ട്രൈറ്റിൽ ഒരു പാലം ഉണ്ടായിരുന്നു. അത് ഒരുമിച്ചിരുന്നു, ആ ഭൂഖണ്ഡങ്ങൾ സൈബീരിയയും അലാസ്കയും ഒരുമിച്ചിരുന്നു എന്നും അതിലൂടെ മനുഷ്യൻ വടക്കേ അമേരിക്ക വഴി തെക്കേ അമേരിക്കയിലും എത്തി എന്നുള്ളതാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മനുഷ്യർ എത്തിയിട്ട് 15,000 മുതൽ 20,000 വർഷം വരെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതാണ് ആഫ്രിക്കയിൽ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിലെത്തി. പിന്നീട് നമ്മുടെ നിറം മാറി, സോളാർ റേഡിയേഷൻ്റെ എക്സ്പോഷർ കുറഞ്ഞു, അപ്പോൾ സ്വാഭാവികമായിട്ടും മെലാനിൻ്റെ ഉൽപ്പാദനം കുറയുന്ന രീതിയിലേക്ക് പോയി. കുറേ കൂടെ ഡിമ്മായിട്ടുള്ളവർ കുറേ കൂടെ ലൈറ്റായി, പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളുണ്ടായി. അതെല്ലാം നമ്മൾ ഏത് പരിസ്ഥിതിയിലാണോ ജീവിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഇതാണ് ഒരു സഞ്ചാര റൂട്ട് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മനുഷ്യർ, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുതന്നെയാണ്. ഇത് പല രീതിയിലുള്ള ആൾക്കാരെ ഇന്ന് നമ്മൾ കാണും. ഇതെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ്. വിവിധ രൂപങ്ങളും ഭാവങ്ങളും നീളവും വണ്ണവും ഒരു സ്ഥലത്തിൻ്റെ ആ നീച്ചനുസരിച്ച് പരിസ്ഥിതി അനുസരിച്ച് ഒരേ ജീൻ പൂളാണ്. ആ ജീൻ പൂളിൻ്റെ വിവിധ ഘടകങ്ങൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യവും പ്രൊനൗൺസ്മെൻറ്റുമാണ് ഇത്തരം ആൾക്കാരെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഒന്നാണെങ്കിൽ, നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ തന്നെ തിന്നു തീർക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത്?